അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സഹോദരങ്ങളെ, റമദാൻ അന്ത്യത്തിലേക്ക് അടുക്കുകയാണല്ലോ. മനുഷ്യപ്രകൃതത്തിൻ്റെ പ്രത്യേകതകളിൽപ്പെട്ടതാണ് മടുപ്പും വിരസതയും ആലസ്യവും. പുണ്യവേളകളിൽ നമ്മളൊക്കെ നന്മകൾ ചെയ്യാൻ മുന്നിട്ടിറങ്ങുകയും ധാരാളമായി സൽക്കർമ്മങ്ങൾ ചെയ്യുകയും ചെയ്യുന്നു. നമ്മുടെ മനസ്സുകൾ അതിനായി കരുത്താർജിക്കുന്നു. എന്നാൽ ദിവസങ്ങളും രാത്രികളും കഴിഞ്ഞു പോകുന്നതിനനുസരിച്ച് മനസ്സുകൾ ദുർബലമാകുന്നു, ശരീരങ്ങൾക്ക് ആലസ്യം ബാധിക്കുന്നു. ഇന്നലെ രാത്രി അതല്ലേ സംഭവിച്ചത്? റമദാനിൻ്റെ മഹത്വം എത്ര വലുതാണെങ്കിലും കഴിഞ്ഞുപോയ ദിവസങ്ങളിലെ കർമ്മങ്ങൾ കാരണം നമുക്കൊക്കെ മടുപ്പും വിരസതയും പിടിപെട്ടു. ഇതിനെ നമ്മൾ നേരിടണം. അതിന് ചില കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഒന്നാമതായി, റമദാനിനെ അവശേഷിക്കുന്നത് എണ്ണപ്പെട്ട മണിക്കൂറുകൾ മാത്രമാണ്. അത് നമ്മൾ തിരിച്ചറിയണം. അയ്യാമും മഅ്ദൂദാത്ത്, എണ്ണപ്പെട്ട ദിനങ്ങളായിരുന്നു റമദാൻ. 29-30 ദിവസമായിരുന്നു. ഇനി അത് മണിക്കൂറുകളായി കുറഞ്ഞിട്ടുണ്ട്. കടന്നുപോയ എണ്ണപ്പെട്ട ദിനങ്ങളിൽ നിന്ന് ഇനി അവശേഷിക്കുന്നത് വളരെ കുറഞ്ഞ മണിക്കൂറുകളാണെന്ന തിരിച്ചറിവ് കർമ്മങ്ങളിൽ തുടർന്നും ഏർപ്പെടാൻ നമുക്ക് കരുത്ത് പകരും. രണ്ടാമതായി, റമദാനിൽ നമുക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ടിട്ടുള്ള പ്രതിഫലങ്ങളുണ്ടല്ലോ. മൻ സാമ റമദാന ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി തുടങ്ങിയ വിശ്വാസത്തോടു കൂടിയും പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ടും റമദാനിൽ വ്രതമനുഷ്ഠിച്ചാൽ അവൻ്റെ കഴിഞ്ഞുപോയ പാപങ്ങളൊക്കെ പൊറുക്കപ്പെടും. അതുപോലെ മൻ ഖാമ റമദാൻ, അതുപോലെ മൻ ഖാമ ലൈലത്തുൽ ഖദ്ർ, ഇതൊക്കെ നമ്മൾ കേട്ട് കഴിഞ്ഞത്. ഇതൊക്കെ സത്യത്തിൽ കിട്ടണമെങ്കിൽ എന്താകണം? അവസാനിക്കണ്ടേ? അവസാനം വരെ ചെയ്യണ്ടേ സഹോദരങ്ങളെ? അല്ലേ? നമ്മൾ ഓർക്കണം, പൂർത്തിയായാൽ മാത്രമേ റമദാനിലെ വ്രതം പൂർത്തിയാകണം, അപ്പോഴേ ഈ പ്രതിഫലം കിട്ടൂ. ഖിയാമുകൾ പൂർത്തിയാകണം, അപ്പോഴേ ഇത് പ്രതിഫലം കിട്ടൂ. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഈ കർമ്മങ്ങൾ പൂർത്തീകരിക്കാൻ നമ്മൾ നമ്മുടെ ശരീരത്തെ നിർബന്ധിക്കണം, കഠിനാധ്വാനം ചെയ്യണം, മനസ്സിനെ പിടിച്ച് മാറ്റിവെക്കണം. അങ്ങനെ ചെയ്തെങ്കിലേ അള്ളാഹുവിൻ്റെ പാപമോചനം നമുക്ക് പൂർണ്ണമായി കിട്ടുകയുള്ളൂ. മൂന്നാമത്തേത് സഹോദരങ്ങളെ, നമുക്ക് എത്രയൊക്കെ കർമ്മങ്ങൾ ചെയ്യാൻ സാധിച്ചാലും അള്ളാഹുവിന് നന്ദി കാണിച്ചുകൊണ്ട് ധാരാളമായി കർമ്മങ്ങൾ ചെയ്യാൻ കൽപ്പിക്കപ്പെട്ടവനാണ് ഞാൻ എന്ന് നമുക്ക് ഓരോരുത്തർക്കും തിരിച്ചറിയാൻ സാധിക്കണം. നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പാദങ്ങൾ വിണ്ടുകീറുന്നത് വരെ, നീര് വെച്ച് തടിക്കുന്നത് വരെ രാത്രി നിസ്കരിച്ചു. അല്ലേ? ആയിഷ റളിയല്ലാഹു അൻഹ ചോദിച്ചു, യാ റസൂലല്ലാഹ്, ലഖദ് ഗഫറ അല്ലാഹു ലക മാ തഖദ്ദമ മിൻ ദംബിക വമാ തഅഖർ. റസൂലേ, താങ്കളുടെ കഴിഞ്ഞുപോയതും വരാനിരിക്കുന്നതുമായ പാപങ്ങളെല്ലാം അള്ളാഹു താങ്കൾക്ക് പുറത്തു തന്നിട്ടില്ലേ? അപ്പോൾ എന്താണ് റസൂൽ മറുപടി പറഞ്ഞത്? യാ ആയിഷ, അഫലാ അകൂനു അബ്ദൻ ശക്കൂറ. ആയിഷ, ഞാൻ കൂടുതൽ നന്ദി കാണിക്കുന്ന ഒരു അടിമയാകേണ്ടതില്ലേ എന്നാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, അള്ളാഹുവിന് നന്ദി കാണിക്കുന്നതിൻ്റെ ഭാഗമായി റമദാനിൽ ഇനി അവശേഷിക്കുന്ന കുറഞ്ഞ ദിനങ്ങൾ കൂടുതൽ സൽക്കർമ്മങ്ങൾ ചെയ്യാൻ നമ്മുടെ മനസ്സിനെ നാം ക്ഷമാപൂർവം ഉറപ്പിച്ച് നിർത്തണം. അള്ളാഹുവിന് വേണ്ടി എത്ര കർമ്മങ്ങൾ നമ്മൾ വർദ്ധിപ്പിച്ചാലും നമ്മൾ അള്ളാഹുവിന് നൽകേണ്ടതായ നന്ദി ആവില്ല എന്ന് നമുക്കറിയാലോ. അല്ലേ? നൂഹ് നബിയെക്കുറിച്ച് ഖുർആൻ പറയുന്നൊരു വാക്കുണ്ട്, ദുരിയത്ത് മൻ ഹമൽന മഅ നൂഹ് ഇന്നഹു കാന അബ്ദൻ ഷക്കൂറ. നൂഹിനോടൊപ്പം നാം കപ്പലിൽ കയറ്റിയവരുടെ സന്തതികളെ എന്ന് വിളിച്ചുകൊണ്ട് പറയാം, തീർച്ചയായും നൂഹ് വളരെ നന്ദിയുള്ള ഒരു ദാസനായിരുന്നു. തുടർന്ന് പറയുന്നത് വഖലീലും മിൻ ഇബാദിയ ഷക്കൂർ എന്നാണ്. എൻ്റെ ദാസന്മാരിൽ നന്ദിയുള്ളവർ കുറവാകുന്നു എന്നാണ്. സഹോദരങ്ങൾ ശ്രദ്ധിക്കണം, നമുക്ക് അള്ളാഹുവിന് അർഹമായ രൂപത്തിൽ നന്ദി കാണിക്കുന്നവരാകണം. വഷ്കുറൂ ലില്ലാഹ് ഇൻ കുൻതും ഇയ്യാഹു തഅബ്ദൂൻ. അവിടേക്ക് എത്തണം. അള്ളാഹുവിനോടുള്ള നന്ദിയുടെ ഭാഗമാണ് ഇനി ബാക്കിയുള്ള ദിവസങ്ങൾ കർമ്മങ്ങൾ ചെയ്യാൻ നമ്മുടെ മനസ്സിനെ ക്ഷമാപൂർവ്വം ഉറപ്പിച്ചു നിർത്തുക എന്നത് പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിക്കണം ഇൻഷാ അല്ലാഹ്. നാലാമതായി, നമ്മുടെ ആയുസ്സിൻ്റെ ക്ഷണികതയെക്കുറിച്ചുള്ള ബോധ്യം നമുക്കുണ്ടാകണം. അതിൻ്റെ യാഥാർത്ഥ്യത്തെക്കുറിച്ച് നാം തിരിച്ചറിയണം. നമ്മൾ ഓരോരുത്തരും നമ്മുടെ ആയുസ് അവസാനിക്കുന്നത് എപ്പോഴാണെന്ന് അജ്ഞാതമാണ്. എപ്പോഴാണ് മരണം വന്നെത്തുക എന്നത് അറിയില്ല. ഇനി ആയുസ് നീട്ടിക്കിട്ടിയാൽ തന്നെ അടുത്ത റമദാനിൽ ആരോഗ്യമുണ്ടാവുമോ നമുക്കറിയില്ല. ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ തന്നെ ആരോഗ്യം ഉണ്ടാവുമെന്നറിയില്ല. ഈ വർഷത്തെ റമദാനിൽ അള്ളാഹു ഇതൊക്കെ നമുക്ക് നൽകി, അല്ലേ? അതുകൊണ്ട് ബാക്കിയുള്ള നിമിഷങ്ങൾ, മണിക്കൂറുകൾ അള്ളാഹു നമുക്ക് അനുഗ്രഹിച്ചു തന്ന ആരോഗ്യവും ആയുസ്സും ഉപയോഗപ്പെടുത്താൻ നമ്മുടെ മനസ്സിനെ നാം നിർബന്ധിക്കണം. അഞ്ചാമത്തെ കാര്യം ക്ഷീണമാണ്.
ക്ഷീണവും പരിശ്രമവുമൊക്കെ ബുദ്ധിമുട്ടിൻ്റെ അവസാനം. എന്താണ് ക്ഷീണത്തിൻ്റെയും പരിശ്രമത്തിൻ്റെയും അവസാനം ഉണ്ടാവുക? കുട്ടികളെ കണ്ടിട്ടില്ലേ? എൻട്രൻസ് കോച്ചിങ്ങിനൊക്കെ ഉറക്കമില്ലാതെ, ആഘോഷങ്ങളില്ലാതെ, കല്യാണങ്ങളില്ലാതെ ഇരുന്ന് പഠിക്കണം. എന്താ അവസാനം? മെഡിസിൻ കിട്ടും, എഞ്ചിനീയറിംഗ് കിട്ടും, IIT കിട്ടും. ഇതൊക്കെയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കിട്ടാനുള്ള വലിയ IIT ഉണ്ട് സഹോദരങ്ങളെ. നമ്മളെ കാത്തു നിൽക്കുന്ന റയ്യാൻ എന്ന വാതിലുണ്ട് സഹോദരങ്ങളെ. റയ്യാൻ എന്ന വാതിലൂടെ നമുക്ക് പ്രവേശിക്കണമെങ്കിൽ നമ്മൾ ഇവിടെ കുറച്ച് ക്ഷീണിക്കേണ്ടി വരും. എന്തായാലും നമ്മൾ ഓർക്കണം, പരലോകത്ത് മറ്റുള്ളവരനുഭവിക്കാൻ പോകുന്ന പ്രയാസങ്ങൾ നമുക്കുണ്ടാവില്ല എന്നല്ലേ നമ്മുടെ പ്രതീക്ഷ? അങ്ങനെയല്ലേ? പരലോകത്ത് നമുക്ക് വിശ്രമവും സമാധാനവും കിട്ടണം. സൂര്യൻ സൃഷ്ടികളിലേക്ക് അടുത്ത് വരികയും ഒരു നാഴിക ദൂരത്താവുകയും ചെയ്യും. അപ്പോൾ വിയർപ്പ് മൂടും, ചൂട് കഠിനമാകും. ഓരോരുത്തരുടെയും കർമ്മങ്ങൾക്കനുസരിച്ച് വിയർപ്പ് അവരെ വിഴുങ്ങും. വ്യത്യസ്ത അളവുകളായിരിക്കും വിയർപ്പ് അവരെ മൂടുന്നത്. അതിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരാൾക്കും സാധിക്കില്ല. മറിച്ച് വിയർപ്പ് അവന് മുകളിലേക്ക് ഉയരുകയും അവനെ കീഴ്പ്പെടുത്തുകയും ചെയ്യും. മഞ്ഞ് വീണ് ഒരു വസ്തുവിനെ മൂടുന്നത് പോലെ അതവനെ പൊതിയും. അതൊരു കഠിനമായ ദിവസമാണ്. യൗമുൻ അസീർ. ഇവിടെ നമ്മൾ ഒരല്പം കഷ്ടപ്പെട്ടാൽ ആ യൗമുൽ അസീറിൽ നമുക്ക് ആശ്വാസമുണ്ടാകും എന്ന തിരിച്ചറിവ് നമ്മുടെ മനസ്സിന് ബാക്കിയുള്ള മണിക്കൂറുകളിൽ പോലും പിടിച്ചു നിൽക്കാൻ സഹായിക്കും എന്നാണ് എൻ്റെ പ്രതീക്ഷ. അള്ളാഹു സഹായിക്കുമാറാകട്ടെ. എല്ലാവരും പരിശ്രമിക്കുക. ഇന്നലെ രാത്രി ഉറക്കമൊഴിച്ച് പള്ളികളിൽ കഴിഞ്ഞുകൂടിയവർ അറിയണം, അള്ളാഹു ഇവിടെ ഉണ്ട്, മഗ്ഫിറത്ത് ഇവിടെ ഉണ്ട്, റഹ്മത്തുണ്ട്, മലക്കുകളുണ്ട്. ഇല്ല, അവസാനത്തെ നിമിഷം വരെ അവരുണ്ടാവും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ.